ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം. ജമ്മു കശ്മീരിലെ കിഷ്ദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശിൽ വീണ്ടും മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു. മിന്നൽ പ്രളയത്തിന്റെയും മേഘവിസ്ഫോടനത്തിന്റെയും വാർത്തകളാണ് ഹിമാലയൻ മേഖലകളിൽ നിന്നും കേൾക്കുന്നത്. നിമിഷനേരം കൊണ്ട് പ്രകൃതിയുടെ മട്ടുമാറുന്നു. വെള്ളം കുത്തിയൊലിച്ചെത്തി സകലതിനെയും തൂത്തെറിയുന്നു. എന്തുകൊണ്ടാണിത്? എന്താണ് മിന്നൽ പ്രളയം? എന്താണ് മേഘവിസ്ഫോടനം? ചുരുങ്ങിയ സമയം കൊണ്ട് പുഴയിലോ മറ്റോ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മിക്കപ്പോഴും മിന്നൽ പ്രളയത്തിന് കാരണമാകുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ പെയ്യുന്ന അതിതീവ്ര മഴയാണ്. എന്നാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മഞ്ഞുമല തകരുന്നതുമെല്ലാം മിന്നൽ പ്രളയത്തിന് കാരണമാകാറുണ്ട്. പെട്ടെന്നുള്ള ശക്തമായ ഒഴുക്കിൽ വീടുകളും മരങ്ങളും ഉൾപ്പെടെ തകർന്നടിയുന്നു. ഇത് പ്രളയത്തിന്റെ പ്രഹരശക്തി കൂട്ടുന്നു. കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം. ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്റർ എന്ന തോതിൽ മഴ പെയ്താൽ അതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നു. ഇത് മിന്നൽ പ്രളയത്തിലേക്കും മണ്ണിടിച്ചിലിലേക്കും നയിക്കുന്നു. പർവ്വത പ്രദേശങ്ങളിലാണ് മേഘവിസ്ഫോടനങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഇത്തരം ദുരന്തങ്ങൾ ഇനിയും കൂടുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ.